ഹലോ കൂട്ടുകാരെ, ഞാനും ഭാഗ്യം നമ്മുടെ ഏട്ടത്തി അമ്മയും പിള്ളേരും കൂടെ ചെറിയൊരു ഔട്ടിങ്ങിന് പോവാണ്. ചെറിയൊരു പർച്ചേസ്, ഓണം പർച്ചേസ് എന്നൊന്നും പറയാൻ പറ്റില്ല, എങ്കിലും ഒരു ചെറിയ പർച്ചേസ്. ഞങ്ങൾക്ക് 2 ദിവസം കഴിഞ്ഞിട്ട് കുടിയലുണ്ട്, ഒരു ഹൗസ് വാമിങ് ഉണ്ട്, പെരവാസ്തോലി എന്നൊക്കെ പറയും. അപ്പം അതിന് വേണ്ടി ചെറിയൊരു ഗിഫ്റ്റ് ഒക്കെ വാങ്ങാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ പോകുന്നത്. ഭാഗ്യമായിട്ടാണ് പോകുന്നത്. ഭാഗ്യ കുളിയെല്ലാം കഴിഞ്ഞു, ഉറങ്ങിയിട്ടില്ല. അവളുടെ മൂഡ് എങ്ങനെയാവും എന്നുള്ളതൊന്നും എനിക്കറിയില്ല, എങ്കിലും നോക്കാം. അങ്ങനെ ഏട്ടത്തിയും പിള്ളേരും കൂടെ വന്നു. നമ്മുടെ പൊടി കണ്ടോ, അവരെ കാണുമ്പോൾ തന്നെ ഒരു പ്രത്യേക സന്തോഷം കാര്യങ്ങളും എപ്പോഴും അവിടെ തന്നെയാണ്. ഇത് അമ്മയാണ്, അജിയേട്ടൻ്റെ അമ്മയാണ്. ഞങ്ങൾ പോകുന്നത് അറിഞ്ഞുകൊണ്ട് ഇങ്ങോട്ട് വന്നത്. അപ്പുറം തന്നെയാണ് തറവാടും വീടും എല്ലാം അപ്പുറം തന്നെയാണ്. ഞങ്ങളെല്ലാവരും, ഞങ്ങൾ ഫാമിലി, അജിയേട്ടനൊക്കെ 3 പേരാണ്. ഒരു പെങ്ങളുണ്ട്, പിന്നെ ഒരു ഏട്ടനുണ്ട്. ഇവരാണ് ഉള്ളത്. അങ്ങനെ ഞങ്ങളെല്ലാവരും അടുത്തടുത്താണ് താമസിക്കുന്നത്. രാമന്തളിയാണ്, ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. രാമന്തളി ഏഴിമല നേവൽ ബേസിൻ്റെ അടുത്താണ് ഞങ്ങൾ താമസിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ ഒരു ഓട്ടോയിൽ കയറിയിട്ട് നമ്മുടെ പൊടി പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് അടിപൊളിയായിട്ട് നല്ല മോളായിരുന്നു. ഒരു വഴക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. നല്ല ഇതായിട്ട് നമ്മുടെ കൂടെ തന്നെ നിന്നു. അധികം കരച്ചിലോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഇവിടുന്ന് ഏതാണ്ട് ഒരു 6-7 കിലോമീറ്റർ ഉണ്ട് പയ്യന്നൂർ ടൗണിലേക്ക്. നമ്മൾ പോകുന്ന വഴിയാണ് റെയിൽവേ സ്റ്റേഷനൊക്കെ. അവിടുന്ന് നമ്മൾ ടൗണിലെത്തി. കുറച്ച് പർച്ചേസും കാര്യങ്ങളും ഞാൻ പറഞ്ഞിട്ട്, കുറച്ച് കൂടുതൽ കാര്യങ്ങളുണ്ട്. നമ്മൾ ആദ്യം അവിടുന്ന് പോയത് ഒരു ജ്വല്ലറിയിലേക്കാണ്. അവർക്ക് എടുത്ത് നമുക്ക് എൻ്റെ ചെറിയ കാര്യങ്ങളുണ്ടായിരുന്നു. അവിടുന്ന് ഒരു ചെറിയ ജ്വല്ലറിയാണ്, അപ്സര എന്നാണ് നെയിം എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അവിടെ നല്ല കളക്ഷൻസ്, നല്ല ചെറിയ നമുക്ക് പൊടിമോക്കൊക്കെ പറ്റുന്ന, ചെറിയ കുഞ്ഞു പിള്ളേർക്ക് പറ്റുന്ന നല്ല വളകളും ഒക്കെ ഉണ്ടായിരുന്നു. കരിമണി വളകളും എല്ലാം, ചെറിയ ചെറിയ മാലകൾ, അതുപോലെ തന്നെ കുറച്ച് നല്ല ടൈപ്പിലുള്ള മാലകളെല്ലാം നമുക്കവിടെ കാണാൻ പറ്റിയിരുന്നു. അങ്ങനെ കുറച്ച് സമയം നമ്മളവിടെ നിന്ന് അവരുടെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മളവിടുന്ന് ഇറങ്ങി. നമുക്ക് അടുത്ത നമ്മുടെ ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞല്ലോ, ഒരു ഗിഫ്റ്റ് വാങ്ങണം. ഒരു ഓടിൻ്റെ ഒരു എന്തെങ്കിലും ഒന്ന് വാങ്ങാനുള്ള രീതിയിലാണ് ഞങ്ങൾ പോയത്. അവിടുന്ന് ശ്രീശക്തി മെറ്റൽസിലാണ് ഞങ്ങൾ പോയത്. അവർക്ക് തന്നെ മാനുഫാക്ചറിങ് യൂണിറ്റും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. സത്യം പറഞ്ഞാൽ അതിനുള്ളിലേക്ക് കയറിയപ്പോഴത്തേക്കിനും അവിടെ കാണുന്ന ഓരോ സാധനങ്ങളും ഭയങ്കര അത്ഭുതപ്പെടുത്തുന്നതും, നമുക്ക് എന്താ പറയുക, ഒരുപാട് ഗിഫ്റ്റൊക്കെ കൊടുക്കാൻ പറ്റുന്ന ഒരുപാട് നല്ല നല്ല കളക്ഷൻസ് അതിനകത്തുണ്ടായിരുന്നു. ഒരുപാട് പ്രതിമകളും കാര്യങ്ങളും എല്ലാം. വിവേകാനന്ദൻ്റെതടക്കം ബുദ്ധൻ്റെ ഈ പ്രതിമയ്ക്ക് നമ്മൾ വില ചോദിച്ചിരുന്നത് 7,500 7,500 രൂപയാണ് അതിൻ്റെ വില. തൂക്കത്തിനനുസരിച്ചിട്ടാണല്ലോ അവിടെ വില നമുക്ക് അവർ തരുന്നത്. നല്ല നല്ല സാധനത്തിന് ഏതാണ്ട് 920 രൂപയും, അതിൻ്റെ കുറച്ച് ക്വാളിറ്റി കുറഞ്ഞതിന് 800 സംതിങ്ങുമാണ് അവർ നമ്മളോട് വില പറഞ്ഞിരുന്നത്. നമ്മൾ അവസാനം ഒരു അമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് വാങ്ങിയത്. ഒരു ഉരുളിയാണ് നമ്മൾ സെലക്ട് ചെയ്തത്. ഒരു 3000 രൂപയുടെ അടുത്തുള്ള ഒരു ഉരുളിയാണ് നമ്മൾ സെലക്ട് ചെയ്തെടുത്തത്. ഒരുപാട് ആർക്കെങ്കിലും ഗിഫ്റ്റോ കാര്യങ്ങളോ ഒക്കെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഈ ഷോപ്പിൽ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണമെങ്കിലും നമുക്ക് സെലക്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ കാണിച്ച ഒരു പെട്ടി കണ്ടില്ല, ആമാടപ്പെട്ടി എന്ന് അങ്ങനെയുണ്ടാണ് പറയുന്നതെന്ന് എനിക്ക് തോന്നുന്നു. അതുപോലെ ഇത് ശ്രീകൃഷ്ണൻ്റെ ഒരു വിഗ്രഹം, അടിപൊളിയായിരുന്നു. ചെറിയതാണെങ്കിലും കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. അവിടെ ഒരു ഏട്ടനുണ്ടായിരുന്നു, പൊടിമോക്ക് ഭയങ്കര ഒരു ഇഷ്ടം തോന്നി. പക്ഷേ പുള്ളി കുറേ സമയം വിളിച്ചെങ്കിലും കയ്യിലേക്ക് പോയിട്ടൊന്നുമില്ല. എന്തോ ആരുടെയോ ഒരു ഷേപ്പ് തോന്നുന്നുണ്ടാവുമായിരിക്കും. അതുപോലെ ഇവിടെ നല്ല വിളക്കുകൾ, മയിലിൻ്റെ വിളക്കുകൾ, നമ്മൾ സെലക്ട് ചെയ്ത ഉരുളിയാണ് കേട്ടോ ഇത്. അവിടുന്ന് നമ്മൾ നേരെ പോയത് ഏട്ടൻ്റെ രണ്ടാമത്തെ മോളുടെ ശ്രീനന്ദ എന്ന പേര്, ഞങ്ങൾ വിളിക്കുന്ന പാച്ചു എന്നാണ്. അവിടെ പല്ലിൽ കമ്പി ഇട്ടിട്ടുണ്ട്, അതിൽ ടൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഡെൻ്റൽ ക്ലിനിക്കിൽ പോയി. ചേച്ചി മോളും കൂടെ മുകളിലേക്ക് പോയി, ഞങ്ങൾ താഴെ, മൂത്ത മോളും ഞാനും പൊടിയും കൂടെ. മൂത്ത മോളുടെ പേര് നന്ദന എന്നാണ്. ഞാനും പൊടിയും അവളും കൂടെ താഴെ ഇരുന്നു. അന്നേരമാണ് മോൾക്ക് ചെറിയൊരു ക്ഷീണം പോലെ തോന്നി. ഞങ്ങൾ ഇച്ചിരി പാലും കാര്യങ്ങളും ഒക്കെ കൊടുത്ത് അവളൊന്ന് റിലാക്സായി അവിടെ ഇരുന്നിട്ട്. ഹാപ്പി ആയിരുന്നു അവൾ. അങ്ങനെ ഞാൻ വെളിയിലേക്ക് അവളെ കൂട്ടിയിട്ട് അധികം പോയിട്ടില്ല, 1-2 വട്ടമേ പോയിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ആയിരിക്കാം കാഴ്ചകളൊക്കെ കണ്ടിരിക്കുമ്പോഴത്തേക്കിനും അവൾ നല്ല ഹാപ്പി ആയിരുന്നു. അങ്ങനെ അവൾ പല്ല് ടൈറ്റാക്കിയിട്ട് താഴോട്ട് ഇറങ്ങി.
നമ്മൾ ഇനി നെക്സ്റ്റ് പോകുന്നത് ഇവൾക്ക് അബ്രോഡ് പോകണമെന്നുണ്ട്. അപ്പം ലോണും കാര്യങ്ങളും അതിനെക്കുറിച്ചൊക്കെ അന്വേഷിക്കാൻ വേണ്ടിയിട്ട് SBI വരെ പോകണം. അങ്ങനെ ഇവിടുന്ന് കുറച്ച് ദൂരമേ ഉള്ളൂ SBIയിലേക്ക്. അങ്ങനെ ഞങ്ങൾ SBIയുടെ അവിടെ എത്തി. ഞാനും മൂത്ത മോളും കൂടെ ഒരു പെറ്റ്സ് കെയർ സെൻറ്ററിൽ കയറി. കാരണം അവർക്ക് അവിടെ 2 നായ്ക്കളുണ്ട്. റൂബി ഞങ്ങളത് വാങ്ങാനായിട്ട് ഷോപ്പിൽ കയറിയപ്പം തന്നെ പൊടിമോൾക്ക് ലേശം ഉറക്കം വരുന്നുണ്ടായിരുന്നു. ചെറിയ രീതിയിലെല്ലാം കരഞ്ഞു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അവിടുന്ന് പിന്നെ ഞങ്ങൾ ഇറങ്ങി മെല്ലെ പൊടിമോളെ തട്ടിയിട്ടെല്ലാം ഞാനൊന്ന് ഉറക്കി. ഏതാണ്ട് 1 മണി 1:15 ആയിരുന്നു സമയം. ഏതാണ്ട് 1 മണി 1:15 ആയ സമയം. അപ്പം നമുക്ക് ഫുഡും കഴിക്കണം. അതിനിടയ്ക്ക് മോൾക്ക് പാലൊക്കെ കൊടുത്ത് മോളെ ഞാൻ ഉറക്കിയിരുന്നു. അങ്ങനെ അടുത്തുള്ള ഒരു ഹോട്ടലിൽ ഞങ്ങൾ കയറി. വാഴയിലയിലാണ് അവിടെ ഭക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിരിയാണി മെയിനായിട്ട്. പലതരത്തിലുള്ള ബിരിയാണിയുണ്ട്. ആ ഷോപ്പിൻ്റെ പേര് ഞാൻ മറന്നുപോയി. അടിപൊളി ബിരിയാണി ആയിരുന്നു. നമ്മളെല്ലാവരും ഞാൻ ഇവിടുന്ന് ഈ ഷോപ്പിൽ നിന്ന് നേരത്തെ വാങ്ങിയിട്ടുണ്ട്. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മോളുടെ ചോറ് കൊടുക്കുന്ന സമയത്ത് നമ്മൾ ചെറിയൊരു ഫംഗ്ഷൻ പോലെ നമ്മുടെ വീട്ടുകാർ മാത്രം അങ്ങനെ അവിടുന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അവിടുന്ന് ഭക്ഷണമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് ഒരു പിള്ളേർക്ക് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അങ്ങനെ കുറേ തിരഞ്ഞതിന് ശേഷം മോൾക്ക് ഒരു കുട്ടികളുടെ തന്നെ ഒരു ഷോറൂമിൽ നിന്ന് നല്ലൊരു ഡ്രസ്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞാൻ അതിൽ ഫോട്ടോ എടുത്തിട്ട് പിന്നീട് ഞാൻ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. ഓക്കെ, അങ്ങനെ ഹാപ്പി ആയിരുന്നു പൊടിമോളും. എല്ലാവരും ഹാപ്പിയായി വന്നു. ഈ സമയത്ത് നല്ല മഴ പെയ്യാൻ തുടങ്ങി. 2-2:30 ആയപ്പോൾ നല്ല മഴ പെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇത്രയൊക്കെ ഉള്ളൂ. നമ്മളേതാണ്ട് ഒരു 4-4:30 ആയപ്പോഴത്തേക്കിനും 4-4:15 ആയപ്പോൾ തിരിച്ച് വീട്ടിലേക്ക് എത്തി. കാരണം മോൻ 4:45 ആകുമ്പോഴത്തേക്കിനും സ്കൂൾ വിട്ടെത്തുന്നതിന് മുമ്പ് നമുക്ക് എത്തണമായിരുന്നു. അപ്പുറം അമ്മ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അമ്മയ്ക്ക് ഒറ്റയ്ക്ക് മാനേജ് ചെയ്യാൻ പറ്റില്ല അവനെയും കൊണ്ട്. അപ്പം എല്ലാവരും എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനിയും നല്ല നല്ല വീഡിയോസുമായിട്ട് നമ്മൾ വരുന്നതായിരിക്കും. എല്ലാവരുടെയും സപ്പോർട്ട് വേണം. Thank you all.